നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു വടക്കൻ സെൽഫി സിനിമയിൽ നിവിൻ അജുവിൻ്റെ ക്യാരക്ടറിനോടായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും. അജു ഇങ്ങനെ നീ മരണമാസാടാ വേറെ ലെവലാണ് അതിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരിങ്ങനെ നിർത്തിക്കൊണ്ട്, അതായത് അജുവിനെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയും വേറെ ലെവലാണ് നീ, അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴിയിൽ ചടിച്ചവരാണ് നീ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടല്ലേ. എന്തായാലും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയിൽ കൂടെ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായി പോകുന്നത് കോംപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിവിനെ പോലെ അല്ലെങ്കിലും ഒരു നല്ല രീതിയിൽ തന്നെ നമ്മൾ കോംപ്ലിമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്നെയൊക്കെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ആരെങ്കിലേക്ക് പറഞ്ഞു കഴിയുമ്പോൾ നെഗറ്റീവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവുന്ന, പെട്ടെന്ന് സങ്കടപ്പെടുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് ചെയ്യുന്ന ഒരു കാര്യം, അത് ചിലപ്പോൾ അതിൻ്റെ മീനിങ് ഒന്നും പ്രോപ്പറായിട്ടുള്ള മീനിങ് ഒന്നും മനസ്സിലാക്കാണ്ടാവും അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുണ്ടാവും. ചിലപ്പോൾ അത് മൊത്തത്തിലൊന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അതിനു മുന്നേ അവരെന്താണ്, അതായത് നമ്മുടെ വർക്ക് എന്താണ് എന്നുള്ളതൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റിയാലിറ്റി. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ. നമ്മളെ ഹോൾ കോൺഫിഡൻസും ഇത് ബും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകും. നല്ല കോംപ്ലിമെൻറ്റ്സ് അവിടെ നിൽക്കട്ടെ. ഈ കോംപ്ലിമെൻറ്റ്സ് കിട്ടാത്തപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, സന്തോഷിക്കാൻ പറ്റാത്ത ആ ഒരു പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യണ്ടേ. അതിന് ഞാൻ കണ്ടെത്തിയ കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ യെസ്, എന്താണ് ഈ ഒരു കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന സാധനം? ഓക്കെ, ഇന്ന കാര്യം നന്നായിരുന്നു എന്ന് ആൾക്കാർ പറയുന്നതാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ അത് ശരിക്കും ഇങ്ങനെ വേറെ ആൾക്കാർ തരേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലിമെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എവിടെയും എത്തൂല എന്നുള്ളതാണ്. ചില ആൾക്കാർ ഒന്ന് നല്ലത് പറയാനൊക്കെ ആയിട്ട് ഭയങ്കര മടി കാണിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും നമ്മളുടെ ഇടയിൽ തന്നെ. നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും, മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഞാനുണ്ടല്ലോ ഇതിനിടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടു. ഓക്കെ, ഇന്ന് വിനീത് ശ്രീനിവാസൻ പടങ്ങളുടെ ലിസ്റ്റാണല്ലോ. ആദ്യം വടക്കൻ സെൽഫി പറഞ്ഞു, പിന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ FDFS കണ്ട സിനിമയായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രോളും ക്രിഞ്ച് ഫെസ്റ്റാണ്, അതാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ആൾക്കാർ. എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്. അതിലെ നമ്മുടെ മെയിൻ കോർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മുരളിയും വേണു എടുക്കാം. പ്രണവ് മോഹൻലാൽ ചെയ്ത മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടറും നമ്മുടെ ധ്യാൻ്റെ വേണു എന്ന് പറഞ്ഞ ക്യാരക്ടറും, അതിൽ രണ്ടുപേരും കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് വേണം പറയാനായിട്ട്. കാരണം മുരളീനെ സംബന്ധിച്ചിടത്തോളം കോംപ്ലിമെൻ്റ് ഒന്നും വേണ്ടതാനും ധ്യാൻ ചെയ്ത ക്യാരക്ടറായിട്ടുള്ള വേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും പിടിച്ചിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ആ സിനിമയിൽ പറയുന്ന പോലെ കുറേ അനാവശ്യമായ കോംപ്ലിമെൻറ്റ്സ് കിട്ടി അവന് ഗ്രോ ചെയ്യാൻ പറ്റാതെ ശരി എന്താണ് അല്ലെങ്കിൽ തെറ്റ് എന്താണെന്ന് മനസ്സിലാവാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിനിമകൾ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞു പക്ഷേ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓക്കെ, നല്ലതാണ്, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും അല്ലേ. എന്ത് കാര്യമായാലും പുതിയ സാധനങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പുതിയ കാര്യങ്ങളൊന്നും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതിപ്പോൾ നമ്മൾ കോംപ്ലിമെൻറ്റ്സിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ കേസ് തന്നെ എടുത്താൽ മമ്മൂക്ക ഇപ്പോൾ പുതിയ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടനെ ഇപ്പോഴും പഴയ സബ്ജക്റ്റ് പിടിച്ച് നിൽക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ മെല്ലെ ആ ഒരു പുതിയ പ്രൗഡിലേക്ക് എത്തുന്നില്ല എന്നൊരവസ്ഥയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയെ പറ്റിയിട്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ധ്യാൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കേസാണ് നമ്മുടെ മുരളിയുടെ കേസ് എന്നുള്ളത്. പുള്ളിക്കാരൻ ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴും തൻ്റെ പാട്ട് വേറൊരാളുടെ പേര് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് നല്ല റിവ്യൂസൊക്കെ ഉണ്ട്. സ്വയം കുറ്റബോധം പഠിക്കുന്ന ആൾക്കാർ എന്നുള്ളത്. അങ്ങനെ ആൾക്കാരുണ്ടല്ലേ. നമുക്ക് ആദ്യം വിചാരിക്കും നമുക്ക് കോംപ്ലിമെൻറ്റ്സ് ഒന്നും വേണ്ട, മറ്റുള്ളവരുടെ സക്സസ് കണ്ടാൽ മതി എന്നുള്ള വിചാരിച്ചിട്ട്. പക്ഷേ അത് നല്ല റിവ്യൂസൊക്കെ കിട്ടുമ്പോൾ അതായത് വേറൊരാളുടെ പേരിൽ നല്ല റിവ്യൂസൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അതിന് കൈയടക്കി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. ആയിരിക്കും നമ്മളുടെ വർക്കിൽ നമുക്ക് കിട്ടേണ്ട കൈയടയും നമുക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻസൊക്കെയാണ് അവരിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളത്. രണ്ടാൾക്കാരും വേണു ആവരുത്, അതായത് മുരളി ആവരുത്, വേണു ആവരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആവണം എന്നുള്ളതാണ്.
ആവശ്യത്തിന് നമ്മൾക്ക് തന്നെ കൊടുക്കാനുള്ള കോംപ്ലിമെൻറ്റ്സ് അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കായി വെക്കണം എന്നുള്ളത്. ഞാൻ മുന്നേ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക്, ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു എപ്പിസോഡിലും സീക്രട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അതിൽ എന്താണ് നമ്മളിങ്ങനെ അതിൽ പുള്ളിക്കാരനോട് പറയുന്നത്, അതായത് ഓതർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതേ നടക്കൂ എന്നുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നുള്ളത്. നമ്മൾ ആഗ്രഹിച്ച് സ്വപ്നം കാണുന്നതും കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സ്വപ്നങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആവുന്നോ അത്രയും കാര്യങ്ങൾ അതിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം നടക്കും എന്നുള്ളത്. നമ്മളുടെ വിശ്വാസം അത് നമ്മളിൽ തന്നെ നമ്മളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ നടക്കും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഡ്രീമിലേക്ക് എത്തിച്ചേരും. നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യവും നടക്കും എന്നുള്ളത്. പക്ഷേ എന്തേലും നടക്കൂല അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ള സംശയങ്ങൾ പോലും അത് നടക്കാതിരിക്കാനുള്ള കാരണങ്ങളായി മാറും എന്നുള്ളതാണ്. സീക്രട്ട് എന്തായാലും വായിക്കുക നിങ്ങൾ, ഇത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എണീറ്റ് കണ്ണാടിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് ഇന്ന് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. കാരണം കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അത് ശീലമായിക്കോളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരും. സെൽഫ് കോംപ്ലിമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ പോലും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേറെ ആരെങ്കിലും കോംപ്ലിമെൻറ്റ് പറയാനായിട്ട് വെയിറ്റ് ചെയ്യാതെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒറ്റൊരു ലൈഫേ ഉള്ളൂ. ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ രാവിലെ കയ്യിലൊരു ബൗളോ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോക്സോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നോക്കി, അതായത് അഫർമേഷൻസ്, കുറച്ച് പേപ്പേഴ്സിലേക്ക് അഫർമേഷൻസൊക്കെ എഴുതി വെച്ചിട്ട് ഡെയിലി രാവിലെ ഓരോന്നെടുത്ത് വായിച്ച് നോക്കാൻ ഭയങ്കര ശരിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങളോട്, അതായത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ അല്ലെങ്കിൽ മില്ലേനിയം പിള്ളേർ എന്നൊക്കെ പറയുന്നവരെ വന്ന് കളിയാക്കുന്നുണ്ടാവും. അതായത് ഇതൊക്കെ എന്ത് ക്രിഞ്ചാടോ എന്നൊക്കെ പറയുന്നതൊക്കെ ആൾക്കാരുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിൻ്റെ പവർ എന്താണ് എന്നുള്ളത് അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രം മനസ്സിലാവൂ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്ത് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ്സൊക്കെ തന്ന് വീണ്ടും അപ്പുറത്ത് പോയി നമ്മളെ അടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അതിൽ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ വരെയുണ്ട്. അതുകൊണ്ട് അത് അവരൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈങ് ദ റിയൽ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളുടെ പാരൻസും, അതായത് നമ്മുടെ പാർട്ട്ണറും, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ അവരൊക്കെ തന്നെയില്ലേ, ഷെയർ ചെയ്ത് നോക്കൂ എന്നുള്ളതാണ്. അവരെയും കോംപ്ലിമെൻ്റ് ചെയ്യും, അവർ തിരിച്ചും കോംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളത്. കോംപ്ലിമെൻറ്റ്സ് പോലെ തന്നെ നമുക്ക് മിസ്റ്റേക്സ് കൂടെ, അതായത് നമ്മളെ നേരത്തെ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ മുരളീനെ പോലെ ആവരുത്. കോംപ്ലിമെൻറ്റ്സ് കിട്ടി കോംപ്ലിമെൻറ്റ്സിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവാൻ നിൽക്കരുത്. അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. നമ്മളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, നമ്മൾ ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ളത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പാർട്ട്ണർ പറയാണ്ട് ഇങ്ങനെ ചെയ്തു നോക്ക് ഭയങ്കര രസമായിട്ട് ഇത് പറ്റും എന്നുള്ളത്, ഇതിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി, അതായത് കോംപ്ലിമെൻറ്റ്സിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് എന്നുള്ളത്. നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ള രീതിയിൽ ഒക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മളുടെ മിസ്റ്റേക്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. സോ എന്തായാലും അത്തരം ആളുകളോട് കമ്പനി കൂടാനായി ശ്രമിച്ച് നോക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നിർത്തിയ സെൽഫ് കോംപ്ലിമെൻറ്റിങ് അതൊരു ശീലമായിക്കോളൂ. ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുകയാണ്. ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ധ്യാൻ്റെ ക്യാരക്ടറിനോട്, അതായത് ധ്യാനല്ല, ആദ്യം ഇതിരുന്നതിന് പറഞ്ഞ് നിങ്ങളും മറന്നുപോയോ, ഞാൻ ഇതിരുന്ന് പറഞ്ഞു വടക്കൻ സെൽഫിയിൽ ഭരണമാസാടാ നീ വേറെ ലെവലാടാ നിന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞു നോക്കുക. അജു പറയാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ സെൽഫ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ എനിക്കും ഒരു കോംപ്ലിമെൻറ്റ് തരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒന്നുമല്ല, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാം, ഷെയർ ചെയ്യാം, ഒക്കെ ശ്രമിച്ച് നോക്കാം. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.